Watch full episodes on Jio Hotstar. നിങ്ങൾ രണ്ടുപേരും പോയി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആ മോട്ടോജിയും പത്ലൂജിയും എവിടെയാണെന്നുള്ള കാര്യം എന്നിട്ട് എന്നെ വിവരം അറിയിക്കേ. അത് കഴിഞ്ഞ് ഞാൻ എന്റെ അഭിനയം കൊണ്ടുള്ള ട്രാപ്പ് വീണ്ടും തുടങ്ങാം. ഓർമ്മയിരിക്കട്ടെ, ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചാൽ പോലും ഒരിക്കലും എന്റെ അടുത്തേക്ക് വരരുത്. മനസ്സിലായോ? ജങ്കാ, പങ്കാ, നിങ്ങളോട് ഞാൻ എന്താണ് പറഞ്ഞത്? വിളിച്ചാൽ പോലും വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്. ധർത്തി പ്രൊജക്ട് നമ്മുടെയാണ്. നമ്മൾ അതുകൊണ്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ടീം ധർത്തി പ്രോജക്ടിന്റെ പുറകെയാണെന്ന്. പെട്ടെന്ന് വാ. ഒന്ന് നിന്നേ, ഒന്ന് നിക്കുന്നേ. നിങ്ങള് ധർത്തിയുടെ പുറകിലാണോ? പറയൂ. ധർത്തി ഞങ്ങളുടെയാണ്. അതിന് കാലം തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ കൈ ഞങ്ങളെ വിട്ട്. ധർത്തി ഞങ്ങളുടേതാണ്. ഇനി എങ്ങനെ അതിൽ കൈവച്ചാലുണ്ടല്ലോ പങ്ക ഇവന്മാര് നമുക്കിട്ട് പണി തരാൻ നോക്ക. ഇന്ന് കുണ്ടലിക്ക് തലകുത്തി നിൽക്കാനാണ് യോഗം. എന്നെ ഒന്ന് ഇറക്കി വിട്. ഈ ചിങ്കം സാർ എവിടെ പോയി? ഹലോ ജെന്റിൽമാൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ സഹായിക്കാൻ കഴിയുമോ? എനിക്ക് ഒരു സഹായം ചെയ്തു തന്നാൽ ദൈവം നിങ്ങൾക്ക് അങ്ങോട്ട് 10 ലക്ഷം സഹായങ്ങൾ ചെയ്തു തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പുണ്യം കിട്ടും. ജീവിതത്തിൽ നല്ലത് ചെയ്താൽ നല്ലത് മാത്രമേ വരൂ. പത്ലു, ഞാൻ ഈ മനുഷ്യനെ ഒന്ന് സഹായിച്ചിട്ട് വരാം. നീ മുമ്പിൽ ചെല്ല്, എന്നിട്ട് ചിങ്കം സാറിനെ അന്വേഷിക്കേ. ഓക്കേ മോട്ടു, ഈ അവസരത്തിൽ നിന്റെ സഹായം അയാൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ അയാളെ നേരത്തെ പോലെ ഉപദ്രവിക്കരുത്. ഇത്തവണ സൂക്ഷിച്ചു കൊണ്ടുപോകണം. അയ്യോ മോട്ടു, ഞാൻ ഇനി എന്താ ചെയ്യാ? ചിങ്കം എങ്ങോട്ടാ പോയെന്ന് പോലെ എനിക്ക് അറിയില്ല. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ അയാൾ അന്വേഷിക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കൂ. എനിക്ക് ഒരിക്കൽ കൂടി ആ പൂളിൽ ചെന്ന് വീഴണ്ട. സോറി, ഞാൻ ഇപ്പൊ വരാം. സോറി. വാവ് ബോസ്, കൊള്ളാം. നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ ഭയങ്കര വേദന അറിയുന്നുണ്ടല്ലോ. അടിപൊളി. ശരിക്കും കേട്ടിട്ട് ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് ബോസ്. ഇത് ശരിക്കും ബോസ് നേരത്തെ ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ഒറിജിനലാണെന്ന് കരുതി ഞങ്ങൾ അങ്ങ് വന്നേനെ. തീർച്ചയായിട്ടും. അപ്പൊ ശരി ബോസ്, ഞങ്ങൾ എന്നാ പോയി ഒരു ചായ കുടിച്ചിട്ട് അങ്ങ് വരാം. പിന്നെ ഒരു കാര്യം, ഇത്തവണ നമുക്ക് ഫയൽ എന്തായാലും കിട്ടും. Keep it up. എങ്ങോട്ടാ പോകുന്നത്? ഞാനിവിടെ വാഷിംഗ് മെഷീനകത്ത് കിടന്ന് മറിയാണ്. എന്നിട്ട് നിങ്ങളവിടെ കാപ്പി കുടിക്കാൻ പോകുന്നു.
ഇതിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? താൻ എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നത്? ഇതുവരെ കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലേ? എന്ത്? നീ അയാളെ ലോണ്ടറി ഡക്കിൽ വീഴ്ത്തിയെന്നോ? വീഴ്ത്തിയതല്ല, അയാള് വീണതാണ്. ഒന്ന് വേഗം വരൂ, അയാൾക്ക് വല്ല പരിക്കും പറ്റി കാണും. സാറേ, സാറ് രക്ഷപ്പെട്ടു. പൊളിച്ചേ. കാണിച്ച് ഫയൽ മേടിക്കാൻ പറ്റൂ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ പാഷ, ഓടിക്കോ. സാറ് നല്ലോണം ഓടുന്നുണ്ടല്ലോ. സാറിന്റെ കാലൊക്കെ ഇപ്പൊ ശരിയായോ? നിങ്ങളുടെ വീൽ ചെയർ എവിടെ? ഇതിലെന്തോ പ്രശ്നമുണ്ട്. അയാൾ എങ്ങനെയാ ഓടുന്നേ? പിന്നിൽ ഓട്. നിക്ക്. നിക്ക്. അവിടെ നിക്കാനാ പറഞ്ഞേ. നിക്ക്. സാർ, ദേ അവിടെ ഉണ്ട്. സാറേ, നിക്ക് സാറേ. അവിടെ നിക്ക്. പ്രൊഫസർ ബാഡ്ലി വാല ഫോൺ എടുക്കുന്നേ ഇല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടുന്ന് പോയാൽ നമ്മൾ എങ്ങോട്ട് പോകും? അയാളെ കോണ്ടാക്ട് ചെയ്യുന്നത് വരെ ഇവിടെ ഒളിച്ചിരുന്നേ മതിയാവൂ. ഇവരെന്റെ പുറകിൽ ഓടി വരികയായിരുന്നല്ലോ. ഈ പെട്ടെന്ന് എങ്ങനെ എന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നേ? വെല്ലേട്ടാ, അവിടെ നിക്ക്. അവിടെ നിക്ക് സാറേ. ഇവരെങ്ങനെയാ ഇത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വന്നത്? നോക്ക് സാറേ, നിക്ക്, നിക്കാൻ. അപ്പൊ സാറേ, എന്റെ സാറേ, എന്റെ വെല്ലേട്ടാ, നിക്കൂ. അവിടെ എന്താ നിക്ക്, സാറേ ഇത്? അവിടെ നിക്ക്. സാറ് നിക്ക്. വെല്ലേട്ടാ, അവിടെ നിക്കാനാ നിക്കാനാ പറഞ്ഞത്. വെല്ലേട്ടാ നിക്കൂ. ഓടല്ലേ സാറേ, നിക്കൂ. ഇവിടെ നിക്ക് സാറേ. സാറൊന്ന് നിക്കവിടെ. ആ രണ്ട് സയന്റിസ്റ്റുമാരും ഭയങ്കരന്മാരായ രണ്ടുപേരാണ്. അവരൊറ്റ സെക്കൻഡിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയും. ഒരു സെക്കൻഡ് എന്റെ പുറകിലാണ് അവർ ഓടി വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് നോക്കിയപ്പോ അവരെന്റെ മുന്നിൽ കൂടെ ഓടി വരുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിനെ എന്താ പറയുന്നത് അറിയാവോ? എന്താന്നറിയാവോ? പറയൂ. എന്റെ സാറ്, ഇതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു ചെറുപ്പത്തിൽ എനിക്കും സംഭവിച്ചത്. എന്റെ അമ്മയും എന്റെ അച്ഛനും വയ്യാതെ കിടപ്പിലായിരുന്നു. ഞാൻ 10 വയസ്സുള്ള ഒരു വെറും ചെറിയ കുട്ടിയായിരുന്നു. ഈ കൊച്ചു കൊച്ചു കൈകള് കൊണ്ട് ജോലി ചെയ്ത് പൈസ കൊണ്ടുവരുമായിരുന്നു. പിന്നെ കുറെ ഗുണ്ടകൾ എന്റെ പുറകില് കൂടി. ഞാൻ അങ്ങോട്ട് ഓടിയാലും ഗുണ്ടകൾ എന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ചെറുപ്രായത്തിൽ അവർക്ക് വേണ്ടിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് വെറുതെ അങ്ങടും ഇങ്ങടും നെട്ടോട്ട് ഓടുമായിരുന്നു. എന്നാ പറയാൻ എന്റെ സാറേ, വേറെ ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു എന്റെ സാറേ. എത്ര പ്രാവശ്യം പറയണം ഇവിടെ ഫാമിലി ഡ്രാമ ഉണ്ടാക്കരുതെന്ന്? ഹോഷിയാർ സിംഗ്, നീ വായി തുറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് ഒരു സെക്കൻഡിൽ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടെലിപോർട്ടിംഗ് എന്ന് പറയുന്നത്. അവരൊരു ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, അറിയാമോ? അപ്പൊ സാറേ, ആ ഗുണ്ടകളുടെ കയ്യിൽ ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നെന്നാണോ പറയണേ? അതുകൊണ്ടാണ് അവരെ രണ്ടിടത്ത് വെച്ചും കണ്ടതല്ലേ? ഹോഷിയാർ സിംഗ്, ഒന്ന് വായടയ്ക്ക്. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കും. എനിക്ക് എന്തായാലും ആ ടെലിപോർട്ടിംഗ് മെഷീനും കിട്ടിയേ മതിയാവൂ. ഇനി പോയി ആ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും 2 സയന്റിസ്റ്റിനെയും പൊക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ. ഞാൻ കേട്ടത് ഇവിടുത്തെ ജിമ്മ് വളരെ അടിപൊളിയാണെന്നാ. വരൂ പത്ലു, നമുക്ക് താഴെ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തിട്ട് വരാം. മോട്ടു, നീ പോയിക്കോ.
എന്നോട് നീ പോകാൻ പറഞ്ഞിട്ട് നീ ആദ്യം ഇങ്ങ് പോന്നോ? ആ കൊള്ളാം പത്ലു കൊള്ളാം. ഗുംഫു പ്രാക്ടീസ് ചെയ്യുവാണോ? അപ്പൊ ഇനി കുണ്ടലി ഡോണിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കുണ്ടലി ഡോണോ? അതാരാ? ഓഹോ, അതാ ധർത്തിയുടെ പുറകെ നടക്കുന്ന ആളല്ലേ? ഈ പ്രൊഫസർ ബാട്ട്ലിവാല എവിടെ പോയിരിക്കുക? അയാളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. രാവിലെ മുതൽ ട്രൈ ചെയ്തോണ്ടിരിക്കുക. അല്ല, ഏത് പ്രൊഫസർ? അത് ശരി, ധർത്തിയുടെ അച്ഛനായിരുന്നോ? പ്രൊഫസറാണോ അയാള്? അച്ഛനോ? ധർത്തിയുടെ അച്ഛനെന്ന് വെച്ചാ? സാർ ഇതാ കുടിക്കൂ, ഫ്രൂട്ട് ജ്യൂസ്. ഹോട്ടലിന്റെ വക ഒരു കോംപ്ലിമെന്ററി ആണ്. വെയിറ്ററെ, കുറച്ച് സമൂസ ഉണ്ടെ കൊണ്ടുവരൂ. ഇവിടെ വന്നതിൽ പിന്നെ ഒരു സമൂസ പോലും കഴിച്ചിട്ടില്ല. അല്ല മോട്ടോജി, നിങ്ങൾ എന്ന് മുതലാ ഈ സമൂസൊക്കെ കഴിക്കാൻ തുടങ്ങിയേ? നിനക്ക് എന്ത് പറ്റി പത്തലോ? വേഗം പറയേ, നിങ്ങളിൽ ആരാണ് സയന്റിസ്റ്റ് മോട്ടുവും പത്ലുവും എന്ന്? മോട്ടോജി, അയാൾക്കറിയില്ല നമ്മൾ സയന്റിസ്റ്റ് ആണെന്ന്. അല്ലെങ്കിൽ അയാൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫയൽ പിടിച്ചെടുക്കും. അവരാണ് സയന്റിസ്റ്റ്. അവരാ, ഞങ്ങളല്ല. വലിയേട്ടാ, നിങ്ങൾ പറ ഞങ്ങള് ഫുർഫുറി നഗറിലെ മോട്ടുവും പത്തലും ആണെന്ന്. വലിയേട്ടാ, നിങ്ങൾ പറ ഞങ്ങള് ഫുർഫുറി നഗറിലെ മോട്ടുവും പത്തലും ആണെന്ന്. ചിങ്കം സാറേ, നിങ്ങളെങ്കിലും ഒന്ന് പറ ഞങ്ങള് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വന്നതാണെന്ന്. എന്റെ ചിങ്കം സാറേ, നിങ്ങളെങ്കിലും അവരോടൊന്ന് പറ ഞങ്ങള് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വന്നതാണെന്ന്. എന്റെ അമ്മോ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒറിജിനൽ മോട്ടു പത്ലു ആരാണെന്ന്. ഞങ്ങളാണ് 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 ഞങ്ങളാണ്. ഞാനാ? അല്ല, ഞാനാ പത്ലു, ഞാനാ. ഓ, അതെ, വെറുതെ കിടന്ന് സീൻ ഉണ്ടാക്കല്ലേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വലിയൊരു കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക. അതിനിടെ കയറി നീ കുറുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് കലിപ്പെടുത്ത് നിൽക്കുക. ഇവിടെ കിടന്നങ്ങ സീൻ ഉണ്ടാക്കിയ ഞാൻ പിന്നെ എല്ലാ ദേഷ്യവും നിന്റെ അടുത്ത് തീർക്കേണ്ടി വരും. മര്യാദക്ക് പൊയ്ക്കോ ഇവിടുന്ന്, ഇല്ലെങ്കിൽ എടുത്തിട്ട് അലക്കും ഞാൻ. പോവാൻ. അപ്പൊ താനാണ് കുണ്ടലി ഡോൺ അല്ലേ? അതെ അതെ, ഞാൻ തന്നെയാണ് കുണ്ടലി ഡോൺ മോനെ. നീ ഡോൺ ആണെങ്കിൽ ഞാനും ഒരു ഡോണാണ്. ഡോണുകളോട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചൊരു ഡോൺ മറ്റൊരു ഡോണിനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതൊക്കെ. ഓക്കേ, നിങ്ങളുടെ ആഗ്രഹം പോലെ. ഈ പ്രോജക്ട് ധർത്തിയുടെ ഫയൽ എവിടെയാണ്? ഫയൽ നിനക്ക് വേണമെങ്കിൽ അത് നീ തന്നെ വെച്ചോ. പക്ഷേ ഫയലിന്റെ കൂട്ടത്തിൽ ധർത്തിയും കൂടി വേണമെങ്കിൽ 10 കോടി രൂപ തരണം. മനസ്സിലായോ? ജംഗ, വീണ്ടും ഇയാൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്ക്. ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കണം. ആ ഫയലുണ്ടല്ലോ, അതെന്റെ കയ്യിലില്ല. അതാ ധർത്തി എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചോണ്ട് പോയി കളഞ്ഞു. ഈ ധർത്തി ആരാണ്? അവളുടെ കല്യാണം ഈ ചിങ്കവുമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുക. ചിങ്കം, ആ ഫയൽ ഇങ്ങോട്ട് കൊണ്ടുവരൂ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ വെടിവെച്ച് കൊല്ലേണ്ടി വരും. ഇതെന്താണ്? എനിക്ക് വേണ്ടത് ഈ ഫയൽ അല്ല. എനിക്ക് വേണ്ടത് പ്രോജക്ട് ധർത്തിയുടെ ഫയൽസ് ആണ്. അതിൽ ന്യൂക്ലിയർ മിസൈൽസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും. മനസ്സിലായോ? പാഷാ ബോസ്, നിങ്ങൾക്ക് ഈ ഫയല് വേണ്ടെങ്കിൽ പിന്നെ ഈ ധർത്തിയായും വേണ്ടെങ്കിൽ ഞാൻ അതിനെ കൊണ്ടുപോയിക്കോട്ടെ. അതെന്റെ പ്രൊജക്റ്റ് ആണ് സാറേ. എന്റെ പൊന്നു സാറേ, ഒരു 10 കോടി രൂപയുടെ കാര്യമല്ലേ. ഒന്നും മിണ്ടാതെ ഇരിക്കണോ? ജംഗ, പങ്ക, പോയി നമ്മുടെ ട്രംപ് കാർഡ് കൊണ്ടുവാ.
എന്നാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സയന്റിസ്റ്റ് മോട്ടു പത്ലു ഇതിൽ ആരാണെന്ന്. വെറുതെ അല്ല അയാൾ നമ്മുടെ ഫോൺ എടുക്കാതിരുന്നത്. അയാൾ ഇവിടെ കുടുങ്ങിയിരിക്കുകയായിരുന്നു. പ്രൊഫസർ ബാട്ലിവാല, ജീവൻ വേണമെങ്കിൽ ആദ്യം ഇതിൽ നിന്നും ആരാണ് ഒറിജിനൽ മോട്ടു എന്നും പത്ലു എന്നും എനിക്ക് പറഞ്ഞതാ. അല്ലെങ്കിൽ നിന്നെ ഞാൻ എല്ലാവരുടെ മുമ്പിലും വെച്ചും കൊന്നുകളയും. ഈ ഫയൽ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് വെക്കാനല്ല പറഞ്ഞേ. ഫയൽ ഇവിടെ എങ്ങനെ വന്നു? ആരുടെ ഫയല്? ഈ ഫയൽ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് വെക്കാനല്ല പറഞ്ഞേ. ഫയൽ ഇവിടെ എങ്ങനെ വന്നു? ഫയൽ എന്റെ അരയിൽ ഇരിപ്പുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ല. ഭാഷ, ഇതാണ് ഫയല്. ഇവരാണ് സയന്റിസ്റ്റുകള്. എടാ ചതിയ വഞ്ചക, നീ രാജ്യത്തിന് ഒറ്റി കൊടുത്തു അല്ലേ? ഈ ന്യൂക്ലിയർ മിസൈൽ നമ്മുടെ രാജ്യത്തിന്റേതാണ്. നീ അത് ശത്രുക്കൾക്ക് വിറ്റ് കഴിഞ്ഞു. ഞാൻ ഈ ഫയൽ ശത്രുക്കൾക്ക് വിറ്റതല്ല. ഞാൻ തന്നെയാണ് ശത്രു. ഞാനും ഈ ഭാഷയും കൂടി ചേർന്ന് ഈ ലോകത്തെ മുഴുവനും ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് തീരുമാനം. പത്ലു, ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമാണ്. ആ ഫയൽ ശത്രുക്കളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. പത്ലു, എന്റെ കൂട്ടുകാരാ, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. ഈ ഫയൽ അവരുടെ കയ്യിൽ കിട്ടാൻ പോകുന്നില്ല. ഫയൽ എനിക്കിതാ. ഇല്ല, ഫയൽ എനിക്ക് തരൂ പത്ലു. തരില്ല. ഹോഷിയാർ സിംഗ്, കുറച്ചും കൂടെ ശ്രദ്ധയോട് ജോലി ചെയ്യാൻ പഠിക്കേ. ഒരു പ്രാവശ്യം എനിക്ക് സംഭവിച്ചത് ഇതുപോലെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ. മിണ്ടാതിരിക്കടാ. ആദ്യം നിന്റെ ഫാമിലി ഡ്രാമ മതിയാക്ക്, എന്നിട്ട് പോയി ആ ഫയൽ കൊണ്ടുവാ. ആ ഐഡിയ. എനിക്ക് മണ്ടന്മാരുടെ ഒരു സേന തന്നെ ഉണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. എന്റെ ദൈവമേ, എനിക്ക് വേണ്ടത് ഈ കലമല്ല. നീ ആദ്യം പോയി ആ ഫയൽ കൊണ്ടുവാ. The name is Chingam. Inspector Chingam. Hands up. പറഞ്ഞില്ലേ? Hands up. Time please. Time please. ധർത്തി മോളെ, നീ എന്റെ കൂടെ വരുന്നതാ നല്ലത്. അല്ലെങ്കിൽ നിന്റെ ചിങ്കം തീർന്നു. എന്ത്? ഒന്ന് നിർത്തുന്നുണ്ടോ? നീ എന്റെ ചേട്ടനെ അടിക്കോ? അത്രയ്ക്കായോ? ഇന്ന് ഞാനൊരു പാഠം പഠിപ്പിക്കും. വേണ്ട വേണ്ട, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. പോയി ഫയൽ കൊണ്ടുവാ. ഫയൽ കൊണ്ടുവാ. വെരി ഗുഡ് ചമ്മ, വെരി ഗുഡ്. ഇനി എന്റെ ഊഴമാണ്. ഇനി എന്റെ ഊഴമാണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. അങ്ങനെ തന്നെ കടിക്കേ.
Who can play the same games? എന്തിനാ എന്റെ പിന്നാലെ നടന്ന് എന്നെ ഉപദ്രവിക്കുന്നേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. അമ്മ, അച്ഛ, നമസ്തേ. എന്നോട് ക്ഷമിക്കൂ. ഞാൻ പോവാണ്. നിക്കണേ അവിടെ. മോട്ടു അവരെന്റെ കയ്യിൽ നിന്ന് ഫയല് കൊണ്ടുപോയി. ഭാഷ കണക്ഷൻ റെഡിയായി. ഭാഷ സന്തോഷമായി. ഭാഷയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഫയർ! ആദ്യത്തെ മിസൈൽ ഫയർ! മോട്ടു എങ്ങനെയെങ്കിലും ആ മിസൈലിനെ തടയേ. എന്റെ പത്രം ഇപ്പൊ അവന് കൊടുക്കും സമൂസ. എന്റെ വായിലോട്ട് ആവശ്യമില്ലാതെ കുത്തിക്കയറ്റിയില്ലേ? ഐഡിയ. സമൂസ ഇവിടെ ഇല്ല, പക്ഷെ ചെറിയൊരു വഴിയുണ്ട്. മോട്ടു, ഞാൻ ഹോട്ടലിൽ നിന്ന് സമൂസ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. വേഗം ഫൈറ്റ് ചെയ്ത് തീർക്ക്, എന്നിട്ട് ചൂടോടെ സമൂസ കഴിച്ചോ. പൊളിച്ചേ! ഇപ്പൊ കണ്ടോ, ഇപ്പൊ കണ്ടോ? ആ ബട്ടൺ ഓഫ് ചെയ്യൂ. ബോസ്, ബോസ്, ഡോണ്ട് വറി. ഇന്ന് ഈ മിസൈൽ തീർച്ചയായിട്ടും ഫയർ ചെയ്തിരിക്കും. ഓഫ് എന്തായാലും ചെയ്യാൻ സമ്മതിക്കില്ല. എന്റെ ജീവൻ വരെ ഞാൻ പണയം വെക്കും ബോസ്. നിങ്ങൾക്ക് ആർക്കും നന്ദിയില്ലാതെ പോയല്ലോ. ബട്ടൺ ഓഫ് ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോ. ഇനി ബട്ടൺ ഓഫ് ആക്കുന്നേ ഇല്ല. സോറി സോറി സോറി, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കൂ. ബട്ടൺ ഓഫ് ചെയ്യൂ. ഞാനിനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അതെ, ഒന്ന് നിർത്ത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനെന്താ പിള്ളേരുടെ കളിപ്പാട്ടമാണോ? അതാ അങ്ങോട്ട് നോക്ക്, മിസൈല് പോവാൻ തുടങ്ങുക. അന്നേരമാണോ നീ ഈ വടിയും എടുത്തോണ്ട് ഇത്രയും ദേഷ്യപ്പെട്ട് എന്റെ പുറകെ നടക്കുന്നത്? ഓക്കേ, ഇനി 10 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഭാഷ ബൈ ബൈ. ഇനി ആ ബാട്ട്ലി വാലയെ കൂടെ ആ മിസൈലിലോട്ടൊന്ന് കേറ്റ്. ജംഗ ഒന്ന് വേഗം ആവട്ടെ. 9, 8, 7. വേണ്ട, പ്ലീസ് വേണ്ട, എന്നെ രക്ഷിക്കൂ. നീ ഒന്ന് ചുമ്മാ ഇരിക്ക്. ഞാൻ ആദ്യം ഒന്ന് കരഞ്ഞു തീർത്തോട്ടെ. 6, 5, 4, 3, 2,
വന്നേ. ഓ താങ്ക് യു. The name is ചിങ്കം. ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Hands up. You are under arrest. Yeah. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഇത്ര വേഗത്തിൽ എങ്ങനെ മുടി വന്നത്? ഞങ്ങള് വിഗ് വെച്ചിരിക്കുക. ഇവിടെ ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട. എന്താ? ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. അയ്യോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? 10 കോടിയുടെ മുതലല്ലേ പോയത്, എന്നിട്ട് ഗിഫ്റ്റും തരേണ്ടി വന്നു. എന്റെ ഒരു ഗതികേട്. പക്ഷെ നിങ്ങൾക്ക് അകത്തിപ്പോ എന്താണ് ഫീല് തോന്നുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു വരനെയും വധുവിനെയും നല്ല മനുഷ്യനായിട്ട് അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? ഓഹോ, അത് ഞാൻ ഓർത്തില്ല കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഞാൻ ധർത്തിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി ഇവൾ തന്റെ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കി. പിന്നെ മോട്ടു പത്ലുവിനോടും എനിക്ക് നന്ദി പറയാനുണ്ട്. കാരണം ഇവരില്ലെങ്കിൽ ഈ ഹാപ്പി എൻഡിങ് ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. 3 cheers to മോട്ടു പത്ലു. മോട്ടു പത്ലു, മോട്ടു പത്ലു, മോട്ടു പത്ലു, മോട്ടു പത്ലു, മോട്ടു പത്ലു. ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ. Watch India's largest kids library only on Jio Hotstar. Download the app now.